Dear learners, welcome back to Aifer Education. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആൻഡ് പ്രൗഡാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ടേം എക്സാമിൻ്റെ റിസൾട്ട് വന്നു എന്നുള്ളതാണ്. ഐഫറിൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതല്ലാണ്ട് പഠിക്കാൻ പറ്റാത്തവരും നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെയാണ് ക്വാളിഫൈ ചെയ്യാണ്ടിരുന്നിട്ടുള്ളത്. അതിലും സന്തോഷമുണ്ട്. എന്തായാലും റിസൾട്ട് അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ലൈവുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ഡൗട്ടുകൾ ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പഠിച്ചവർക്കൊക്കെ നല്ല റിസൾട്ട് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ടേമിലേക്ക് ക്വാളിഫൈ ചെയ്യാത്തവരും നെറ്റ് ക്വാളിഫൈ ചെയ്തവരൊക്കെ അടുത്തൊരു ടേമിലേക്കുള്ള പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു പോകാം. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു സമയം ഇത് തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ള വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു സമയം ഇത് തന്നെയാണ്. ഇനി ജൂണിലാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പാരഡൈംസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ടോപ്പിക്കുകൾ പറയുന്നതിന് മുന്നേ എന്താണ് ഡെവലപ്മെന്റ് പാരഡൈംസ് അല്ലെങ്കിൽ ഡോമിനന്റ് പാരഡൈം എന്ന് അറിയാൻ ചോദിക്കുമ്പോൾ ഒരു 80% സ്റ്റുഡൻസും പറയുന്നത് ആ കൺസെപ്റ്റ് അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഡെവലപ്മെന്റ് പാരഡൈംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡെവലപ്മെന്റ് പാരഡൈംസ് ആണ് പഠിക്കുന്നത്. അതിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഏതൊക്കെ പാരഡൈംസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പം ഡോമിനന്റ് പാരഡൈം വരുന്നുണ്ട്. ഡോമിനന്റ് പാരഡൈം അല്ലെങ്കിൽ മോഡേണൈസേഷൻ പാരഡൈം, ഓപ്പോസിംഗ് പാരഡൈം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി പാരഡൈം, എമർജിംഗ് പാരഡൈം ഓർ പാർട്ടിസിപ്പേറ്ററി പാരഡൈം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡോമിനന്റ് പാരഡൈം എന്ന് പറയുമ്പം, ഓപ്പോസിംഗ് പാരഡൈം എന്ന് പറയുമ്പം, എമർജിംഗ് പാരഡൈം എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പാരഡൈം എന്നൊരു ടേം ഉണ്ട് അല്ലേ. അപ്പൊ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഓരോ കൈൻഡ് ഓഫ് പാരഡൈമും ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് പാരഡൈം എന്നുള്ളതാണ്. വാട്ട്സ് പാരഡൈം? നമുക്കൊരു ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു സിംപ്ലർ ആയിട്ടുള്ള മീനിങ് നമ്മൾ പാരഡൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഐഡിയാസ്, തോട്ട്സ് ഓർ പാറ്റേൺസ് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പാരഡൈം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഐഡിയാസ്, വാല്യൂസ്, തോട്ട്സ് ഓർ പാറ്റേൺസ് ആണ് അല്ലെ. ദെൻ നമ്മൾ അതിനൊന്നും കൂടെ ബ്രോഡർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന ഹാബിറ്റിനൊക്കെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? പാരഡൈം ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു പാരഡൈം എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്മെന്റിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഡിഫറെന്റ് ഡിസിപ്ലിൻസിൽ വരുന്നുണ്ടല്ലേ. സയൻസിലുണ്ട്, സൈക്കോളജിയിലുണ്ട്, സോഷ്യോളജിയിലുണ്ട്. ഇതിലൊക്കെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഈ ഒരു പാരഡൈം എന്നുള്ള ടേം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ സിംപ്ലർ ആയിട്ടുള്ള ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. സെറ്റ് ഓഫ് ഐഡിയാസ്, വാല്യൂസ് ഓർ തോട്ട്സ് എന്നുള്ളത്. അപ്പൊ അതാണ് പാരഡൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡോമിനന്റ് പാരഡൈം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡോമിനന്റ് പാരഡൈം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു സ്ലൈഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ചെറുതായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു പീരീഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 1939 to 1945 ആണ് സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം പോളറൈസ് ചെയ്യപ്പെടുകയാണ് അല്ലെ. ഈസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ വെസ്റ്റ് ബ്ലോക്കും. അന്ന് ലോകത്തുണ്ടായിരുന്ന 2 സൂപ്പർ പവേഴ്സ് ആണ് USA-യും USSR. അവര് ക്യാപിറ്റലിസം അതുപോലെ തന്നെ കമ്മ്യൂണിസം ഒക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് എമേർജ് ചെയ്ത് വന്ന വേറൊരു ഗ്രൂപ്പാണ് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റിന്റെ കോണ്ടെക്സ്റ്റിൽ തേർഡ് വേൾഡ് കൺട്രീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെയാണ് നമ്മൾ ഡെവലപ്മെന്റിന്റെ കോണ്ടെക്സ്റ്റിൽ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ്. ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ഈ 2 സൂപ്പർ പവേഴ്സും തേർഡ് വേൾഡ് കൺട്രീസും എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഡൊമിനന്റ് ആയിട്ട് ലോകത്ത് നിലനിന്നിരുന്ന ഐഡിയാസിനെയും വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോമിനന്റ് പാരഡൈം എന്ന് പറയുന്നത്. സോ അതിന്റെ ഫസ്റ്റ് എന്താണ് ഫീച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവോൾഡ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഡൊമിനന്റ് പാരഡൈം എമേർജ് ചെയ്ത് വരുന്നത്. അതിന് എന്ത് പറയുന്നുണ്ട്? മോഡേണൈസേഷൻ പാരഡൈം എന്നും അങ്ങനെയും കൂടെ പറയുന്നുണ്ട്. ആൻഡ് ഇതിന്റെ സെൻട്രൽ ഐഡിയ എന്താണ്?
ഡെവലപ്മെന്റ് ടു ബി മോഡേണൈസേഷൻ എന്നുള്ളതാണ് ഡോമിനന്റ് പാരഡൈമിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്. നോർമലി എങ്ങനെയാണ് നമ്മൾ ഡെവലപ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു പോസിറ്റീവ് സോഷ്യൽ ചേഞ്ച് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള, എൻവയോൺമെന്റൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഡോമിനന്റ് പാരഡൈം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയയിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു മോഡേണൈസേഷൻ എന്നുള്ള ഒരു ഐഡിയ ആണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണോ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ ടെക്നോളജി കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ആ രീതിയിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കും എത്താൻ പറ്റുകയാണെങ്കിൽ, മോഡേണൈസ് ആവാൻ പറ്റുകയാണെങ്കിൽ, അതാണ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഐഡിയ ആണ് ഡോമിനന്റ് പാരഡൈം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദ സെൻട്രൽ ഐഡിയ ഓഫ് ദിസ് പാരഡൈം വാസ് ടു സോൾവ് ഡെവലപ്മെന്റ് പ്രോബ്ലംസ് ബൈ മോഡേണൈസിങ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു പാരഡൈമിൽ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു പാരഡൈമിന്റെ ഫോളോവേഴ്സ് എന്താണ് വിശ്വസിച്ചിരുന്നത്? അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിന്റെ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അവരെ മോഡേണൈസ് ചെയ്തുകൊണ്ട് റിസോൾവ് ചെയ്യാന്നുള്ളതാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെന്റ് വാസ് ഇക്വേറ്റഡ് വിത്ത് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ച് അല്ല ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഡോമിനന്റ് പാരഡൈമിന്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ പാരഡൈം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാന്നാണ് പറയുന്നത്? മോഡേണൈസ്ഡ് ആവുക. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വെസ്റ്റ് എങ്ങനെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എങ്ങനെയാണോ ഡെവലപ്ഡ് ആയിട്ടുള്ളത്, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? മോഡേണൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഡോമിനന്റ് പാരഡൈം പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്ത് ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. ക്യാപിറ്റലിസ്റ്റ് ഡ്രിവൺ വെസ്റ്റേൺ സൊസൈറ്റീസ്, ഇതാണ് ഒരു ഐഡിയൽ ആയിട്ട് കാണുന്നത്. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ഡ്രിവൺ വെസ്റ്റേൺ സൊസൈറ്റീസ് എങ്ങനെയാണോ ആ രീതിയിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ മാറുകയാണെങ്കിൽ ദേ ആർ ഡെവലപ്ഡ് അല്ലെങ്കിൽ മോഡേണൈസ്ഡ് എന്നുള്ള കൺസെപ്റ്റ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു പഠിക്കണം എന്നുള്ളതാണ്. ക്യാപിറ്റലിസ്റ്റ് ഡ്രിവൺ വെസ്റ്റേൺ സൊസൈറ്റീസിനെ ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. ആൻഡ് വെസ്റ്റേൺ മോഡൽ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഈസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആൻഡ് പെർസ്വേഡഡ് പീപ്പിൾ ടു അഡോപ്റ്റ് ദ മോഡേൺ ടെക്നോളജി എന്നുള്ളതാണ്. ഇവിടെ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇക്കണോമിക് ഗ്രോത്തിനാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ എന്താണ്, മോഡേൺ ടെക്നോളജിക്കാണ് ഇമ്പോർട്ടൻസ്. സോ പൈസ ഉണ്ടാക്കുക, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക, ഇതാണ് ഓവറോൾ ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഡോമിനന്റ് പാരഡൈം എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞതുപോലെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ മോഡേണൈസേഷൻ, ടെക്നോളജിക്കാണ് ഡോമിനന്റ് പാരഡൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോളോ ഫ്രെയർ. നിങ്ങൾക്കറിയാം, ബ്രസീലിയൻ എഡ്യൂക്കേറ്റർ ആൻഡ് ഫിലോസഫർ ആണ് പോളോ ഫ്രെയർ. അദ്ദേഹം ഈ ഒരു ഡോമിനന്റ് പാരഡൈമിന്റെ 4 ലെവൽസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൾച്ചറൽ ലെവൽ, ടെക്നോക്രാറ്റിക് ലെവൽ, പൊളിറ്റിക്കൽ ലെവൽ ആൻഡ് ഇക്കണോമിക് ലെവൽ. ഇതാണ് പോളോ ഫ്രെയർ ഡിഫൈൻ ചെയ്തിട്ടുള്ള 4 ലെവൽസ് ഓഫ് ഡോമിനന്റ് പാരഡൈം എന്ന് പറയുന്നത്. ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, കൾച്ചറൽ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസും ബിലീഫ്സും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മോഡേണൈസ്ഡ് ആവാം. ഇൻ തോട്ട് നമ്മളെ ചിന്തകളൊക്കെ എന്ത് ചെയ്യാന്നുള്ളതാണ്? മോഡേണൈസ് ചെയ്യപ്പെടുക, വെസ്റ്റിനെ പോലെ ആവാന്നുള്ളതാണ് കൾച്ചറൽ ലെവലിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടെക്നോക്രാറ്റിക് ലെവൽ എന്നുള്ളത് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ആണല്ലേ. എന്താണ്? നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുക എന്നുള്ളത്. സോ സയന്റിഫിക്കലി നമ്മൾ എന്താണ്, സയന്റിഫിക് മെത്തേഡുകൾ റിലേ ചെയ്യാന്നുള്ളതാണ് ടെക്നോക്രാറ്റിക് ലെവലിൽ വരുന്നത്. ദെൻ പൊളിറ്റിക്കൽ ലെവലിൽ എന്താണ് വരുന്നത്? പൊളിറ്റിക്കൽ ലെവലിൽ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഫ്രീഡം, അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം പെർസ്വേഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പൊളിറ്റിക്കൽ ലെവലിൽ വരുന്നത്. ആൻഡ് ഇക്കണോമിക് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കംപ്ലീറ്റ് ഒരു ഇക്കണോമിക് ഗ്രോത്ത് നടക്കണമെങ്കിൽ ഫ്രീ മാർക്കറ്റ് വിത്ത് നോ ഓർ മിനിമൽ ഇന്റർവെൻഷൻ ഓഫ് ദ ഗവൺമെന്റ് ആണ് ഇക്കണോമിക് ലെവലിൽ വരുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്രീ മാർക്കറ്റ്, ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇല്ലാത്ത, ലെസേസ് ഫെയർ കൺസെപ്റ്റുകളൊക്കെ പറയുന്നത് പോലെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ലാത്ത ഒരു മാർക്കറ്റ്, അതാണ് ഇക്കണോമിക് ലെവലിൽ ആര് പറയുന്നത്? പോളോ ഫ്രെയർ പറയുന്നത്. ഇപ്പൊ ഡോമിനന്റ് പാരഡൈമിന്റെ 4 ലെവൽസ് ആണ് പോളോ ഫ്രെയർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കൾച്ചറൽ, ടെക്നോക്രാറ്റിക്, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡോമിനന്റ് പാരഡൈമിന്റെ ക്രിറ്റിസിസംസ് ആണ്. ക്രിട്ടിക് ഓഫ് ഡോമിനന്റ് പാരഡൈം ആണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതെന്തിനു ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു? ടെക്നോളജിക്കൽ ആൻഡ് ഇക്കണോമിക് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്.
ഇത് എന്തിലാണ് കംപ്ലീറ്റ് ഫോക്കസ് കൊടുക്കുന്നത്? ടെക്നോളജിക്കൽ ആൻഡ് ഇക്കണോമിക് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റിലാണ്. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ക്രിറ്റിസിസം ആയിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് ട്രഡീഷണൽ ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ളതാണ്. അതെവിടെയാണ് വരുന്നത്? ട്രഡീഷണൽ ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരോട് എന്താണ് ആവശ്യപ്പെടുന്നത്? വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് ഡ്രിവൺ വെസ്റ്റേൺ സൊസൈറ്റി പോലെ ആവാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇവിടെ ട്രഡീഷണൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അടുത്തൊരു ക്രിറ്റിസിസം ആണ്. ആൻഡ് ഡെലിബറേറ്റ് സൈലൻസ് ഓൺ ഇഷ്യൂസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, എൻവയോൺമെന്റ്, പേഴ്സണൽ ഫ്രീഡം, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ എക്സെട്ര. അപ്പൊ ഇവിടെ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇക്കണോമിക് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള എൻവയോൺമെന്റൽ, സോഷ്യൽ, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡോമിനന്റ് പാരഡൈം അഡ്രസ്സ് ചെയ്യുന്നില്ല. ദെൻ കമ്മ്യൂണിക്കേഷൻ വാസ് ഇൻ ടോപ്പ് ഡൗൺ മാനർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോമിനന്റ് പാരഡൈമിൽ കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലായിരുന്നു? ടോപ്പ് ഡൗൺ മാനറിലായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഒരു ഫ്ലോ മാത്രമായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. അതാണ് നെക്സ്റ്റ് ഒരു ക്രിറ്റിസിസം ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? ഇക്കണോമിക് ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് ട്രഡീഷണൽ സൊസൈറ്റീസ് എന്നുള്ളത് നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്. ദെൻ ഹ്യൂമൻ റൈറ്റ്സ്, എൻവയോൺമെന്റൽ, പേഴ്സണൽ ഫ്രീഡം പോലുള്ള ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നില്ല. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ മാനറിലാണ് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ട്രോങ് ബിലീഫ് ഇൻ ദ പെർസ്വേസീവ് പവർ ഓഫ് മീഡിയ. മീഡിയന്റെ പവറിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്ത ആൾക്കാരായിരുന്നു ഈ ഒരു ഡോമിനന്റ് പാരഡൈം ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റിൽ അല്ലെ സോഷ്യൽ ചേഞ്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയക്ക് സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഡോമിനന്റ് പാരഡൈം ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡോമിനന്റ് പാരഡൈം മീഡിയക്ക് ഹൈ എംഫസിസ് കൊടുത്തിരുന്നു എന്നുള്ളത്. നമുക്കറിയാം ഹൈപ്പർഡോമിക് നീഡിൽ തിയറി പോലുള്ള തിയറീസ് ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള തിയറീസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? മീഡിയന്റെ ആ ഒരു പെർസ്വേസീവ് പവറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള കൺസെപ്റ്റുകളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഡോമിനന്റ് പാരഡൈമിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. Then next എന്ന് പറയുന്നത് questioned the intelligence of local communities to make choices and their indigenous knowledge എന്നുള്ളതാണ്. ഓൾറെഡി പറഞ്ഞു അവരുടെ ട്രഡീഷണൽ വാല്യൂസിനെയും അതുപോലെ തന്നെ തോട്ടുകളെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. Then according to several scholars the paradigm's intention were only to establish western hegemony എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പാരഡൈം കൊണ്ടുവന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഹെജിമണി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പറയുന്നത്? ഈ ഒരു ഡോമിനന്റ് പാരഡൈമിന്റെ ക്രിട്ടിക്സ് ഒക്കെ കൂടുതലായിട്ട് അഭിപ്രായപ്പെടുന്നത് അത് തന്നെയാണ് ഇതിന്റെ പ്രധാന ഐഡിയ എന്ന് പറയുന്നത് അല്ലെ. ഈ പറഞ്ഞ പോലെ അമേരിക്ക ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് ബാക്കിയുള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആവാന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആ ഒരു രീതിയിൽ ആവണം എന്നുള്ളതും അവർക്ക് നമ്മളൊരു ഹെജിമണി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് അവിടെ വരുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് it was criticized by various scholars as it also failed to bring down poverty, unemployment, inequality in the developing countries എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പോസ്റ്റ് വേൾഡ് വാർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കുറേ ഇഷ്യൂസ് ഉണ്ട്. വാറിന് ശേഷം വരുന്ന ഇഷ്യൂസ്, അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ലോകത്ത് നിലനിൽക്കുമ്പോഴും അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആണ് എങ്ങനെയാണ് ഡോമിനന്റ് പാരഡൈം ഒന്ന് അവസാനിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഓൾട്ടർനേറ്റീവ് പാരഡൈം വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓപ്പോസിംഗ് പാരഡൈം, ഓൾട്ടർനേറ്റീവ് പാരഡൈം ഒക്കെ വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഹൈ എംഫസിസ് ഓൺ മീഡിയ എന്നുള്ളത് ഇതിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു മോഡേണൈസേഷൻ പാരഡൈമിന്റെ റീ അനാലിസിസിന്റെ ഭാഗമായിട്ടാണ് ഹൈപ്പർഡോമിക് നീഡിൽ തിയറി ഒക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 1970s 80s ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു മോഡേണൈസേഷൻ പാരഡൈമിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വേ വരുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മളുടെ ഡോമിനന്റ് പാരഡൈമിൽ വരുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആരൊക്കെയാണ്? ഡാനിയൽ ലേണർ, വിൽബർ ശ്രാം, എവററ്റ് എം റോജേഴ്സ്. ഇവർ 3 ആൾക്കാരുമാണ് എന്ത് വരുന്നത്? ഡോമിനന്റ് പാരഡൈമിൽ വരുന്ന സ്കോളേഴ്സ് എന്ന് പറയുന്നത്. ഡാനിയൽ ലേണർ,
വിൽബർ ശ്രാം, എവറട്ടം റോജേഴ്സ്. പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളൊക്കെ തന്നെ ആയിരിക്കും. എവറട്ടം റോജേഴ്സിന്റെ ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു പാരഡൈമുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഡാനിയൽ ലേണർ ആണ്. ഡാനിയൽ ലേണറിന്റെ വളരെ പ്രധാനപ്പെട്ട വർക്കാണ് ദ പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി ആൻഡ് മോഡേണൈസിങ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1958 ഡാനിയൽ ലേണർ എഴുതിയിട്ടുള്ള വർക്കാണ് പാസിംഗ് ഓഫ് ദ ട്രഡീഷണൽ സൊസൈറ്റി ആൻഡ് മോഡേണൈസിങ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് എംപതി എന്ന് പറയുന്നത്. ഈ ഒരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡാനിയൽ ലേണറിനെ മാച്ച് ചെയ്യാൻ മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എംപതി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് അവർ മോഡേൺ ആയിട്ടുള്ള രാജ്യങ്ങളുടെ പുതിയൊരു സ്റ്റേറ്റ് അവരെങ്ങനെയാണോ ഇപ്പൊ ജീവിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എംപതൈസ് ചെയ്യാൻ റെഡി അല്ലാത്തോണ്ടാണ് എന്നുള്ളതാണ്. സോ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളവർ എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടിരിക്കും. അവരെന്താണ് ചേഞ്ചിന് അഡാപ്റ്റബിൾ ആവുന്നില്ല. അതുപോലെ തന്നെ എന്താണ് മോഡേണൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ ആ ഒരു പുതിയ കണ്ടീഷനിൽ അവർ എംപതൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡാനിയൽ ലേണർ പറയുന്നത്. അതുപോലെ തന്നെ മീഡിയന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മീഡിയന്റെ പെർസ്വേസീവ് പവറിൽ വിശ്വസിച്ചിരുന്ന ഒരാളും കൂടിയായിരുന്നു ഡാനിയൽ ലേണർ എന്ന് പറയുന്നത്. അപ്പൊ ഡാനിയൽ ലേണറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടേം എംപതി എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എംപതി എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ടേം കാണുമ്പോൾ ഡാനിയൽ ലേണറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ദെൻ വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി. പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് മാത്രമാണ് ചോദിക്കാറുള്ളത് ക്വസ്റ്റ്യനിൽ. ബട്ട് പാസിംഗ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി ആൻഡ് മോഡേണൈസിങ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആരാണ് വരുന്നത്? വിൽബർ ശ്രാം ആണ് വരുന്നത്. വിൽബർ ശ്രാം അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വർക്കാണ് മാസ് മീഡിയ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 1979 വരുന്നത്. അപ്പൊ ഡാനിയൽ ലേണറിനെ നമ്മൾ എംപതി ആയിട്ട് കണക്ട് ചെയ്തതുപോലെ നമ്മൾ വിൽബർ ശ്രാമിന് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? വിൽബർ ശ്രാമിന് മാജിക് മൾട്ടിപ്ലയർ എന്നുള്ള കൺസെപ്റ്റുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മീഡിയ ആസ് മാജിക് മൾട്ടിപ്ലയർ എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ പറഞ്ഞ ഡോമിനന്റ് പാരഡൈം ഫോളോവേഴ്സ് ഒക്കെ മീഡിയന്റെ പവറിൽ വിശ്വസിച്ചിരുന്നത് പോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മീഡിയക്ക് ഒരു മാജിക്കൽ പവർ ഉണ്ട് എന്നുള്ളതാണ്. ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അവരെ അവെയർ ചെയ്യിക്കാനുള്ള ഒരു മാജിക്കൽ പവർ മീഡിയക്ക് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം മീഡിയ ആസ് മാജിക് മൾട്ടിപ്ലയർ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത്. സോ വിൽബർ ശ്രാമിനെ പറയുമ്പോൾ നമ്മൾ ആ ഒരു വർക്ക് മാസ് മീഡിയ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 1979 വർക്ക് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ മീഡിയ ആസ് മാജിക് മൾട്ടിപ്ലയർ എന്നുള്ള കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ലേണർ എന്ന് പറയുന്നത് എംപതി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിൽബർ ശ്രാം മീഡിയ ആസ് മാജിക് മൾട്ടിപ്ലയർ എന്നുള്ളതാണ്. ദെൻ എവറട്ടം റോജേഴ്സ് ആണ് പിന്നെ ഒരു സ്കോളർ വരുന്നത്. അദ്ദേഹത്തിന്റെ തിയറി നമുക്കറിയാം. 1962 എവറട്ടം റോജേഴ്സിന്റെ എന്ത് വരുന്നത്? ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി വരുന്നത്. അപ്പൊ എന്താണ് ആ ഒരു തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്? മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഡോമിനന്റ് പാരഡൈമുമായിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു ഇന്നോവേഷൻ എങ്ങനെയാണ് ഒരു സോഷ്യൽ സിസ്റ്റത്തിലേക്ക് എത്തുന്നത്. അതാണ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ തിയറി പറയുന്നത് അല്ലെ. ഒരു പുതിയ ഒരു ഇൻവെൻഷൻ അത് കണ്ടുപിടിച്ചു, അതൊരു സോഷ്യൽ സിസ്റ്റത്തിലേക്ക് എത്തുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫും കാര്യങ്ങളൊക്കെ മാറി ഒരു മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാന്നുള്ള ഒരു അവേർട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അവിടെ വരുന്നത്. സോ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. 1962 വരുന്നത്. ആൻഡ് ഇറ്റ് കൺസിഡേർഡ് modernization as a process of diffusion whereby individuals are persuaded to move from traditional way of life to a different more technically developed one എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷനിൽ അതാണ് പറയുന്നത്. ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ അതാണ് വിൽബർ ശ്രാം, ഡാനിയൽ ലേണർ ആൻഡ് എവറട്ടം റോജേഴ്സ്. ഇവർ മൂന്നാളുമാണ് ഡൊമിനന്റ് പാരഡൈമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന സ്കോളേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതുവരെ നമ്മൾ എന്താണ് ഡോമിനന്റ് പാരഡൈം എന്ന് ഡിസ്കസ് ചെയ്തു. അതിന്റെ ക്രിട്ടിക്സ് എന്തൊക്കെയാണെന്ന് നോക്കി. അതിൽ വരുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത്, നമ്മൾ പറഞ്ഞു ഹൈപ്പർഡമിക് നീഡിൽ തിയറിയുടെ ഒക്കെ റീ അനാലിസിസ് നടന്നിട്ടുണ്ട്. 70s 80s ഒക്കെ ആകുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മളുടെ മോഡേണൈസേഷൻ പാരഡൈമിന് ഒരു ഓൾട്ടർനേറ്റീവ് വേ വരുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ നെക്സ്റ്റ് പാരഡൈം വരുന്നത് ഓപ്പോസിംഗ് പാരഡൈം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി പാരഡൈം എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്പെൻഡൻസി തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഡിപ്പെൻഡൻസി തിയറി പറയുന്നത്? അപ്പോൾ നമ്മളുടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളും തമ്മിലുള്ള സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്പാരിറ്റീസിനെ കുറിച്ചാണ്
ഡിപ്പെൻഡൻസി തിയറി പറയുന്നത്. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോർ പെരിഫറി എന്നുള്ളൊരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതിൽ കോർ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ പെരിഫറി എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിലൊക്കെ സോഷ്യലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു പെരിഫറി രാജ്യങ്ങളുടെ, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും അവരുടെ ക്യാപിറ്റലും ഒക്കെ എന്ത് ചെയ്യാണ്, യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ കോർ കൺട്രീസ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സംഭവം. അതാണ് ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിൽ പ്രധാനമായിട്ട് വരുന്നത്. സോ ഈ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളും തമ്മിലുള്ള സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡിസ്പാരിറ്റീസ് പറയുന്ന 50s എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു തിയറിയാണ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിപ്പെൻഡൻസി തിയറീനെ ബേസ് ചെയ്തിട്ട് ആ ഒരു കാലഘട്ടത്തിൽ 1970s നിലനിന്നിരുന്ന വാല്യൂസും തോട്ട്സും ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പോസിങ് പാരഡൈം എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്തൊക്കെയാണ്, ഇത് എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പൊളിറ്റിക്കൽ ഇക്കണോമിക് ആസ്പെക്ട് ഓഫ് ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇക്കണോമിക് ആസ്പെക്ട് ആയിരുന്നു അവിടെ ഡോമിനന്റ് ആയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇവിടെ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആസ്പെക്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് പാരഡൈം ബേസ്ഡ് ഓൺ ഡിപ്പെൻഡൻസി തിയറി. അപ്പൊ നമ്മൾ ഒപ്പോസിങ് പാരഡൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിപ്പെൻഡൻസി തിയറി എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. Then എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ക്രിട്ടിസൈസസ് ദ കോർ അസംഷൻ ഓഫ് ദ ഡോമിനന്റ് പാരഡൈം സച്ച് ആസ് നെഗ്ലക്റ്റിംഗ് സോഷ്യൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഡോമിനന്റ് പാരഡൈമിന്റെ റീ അനാലിസിസിലൂടെയാണ് ഈ ഒരു പാരഡൈം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോമിനന്റ് പാരഡൈമിൽ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഇഷ്യൂസ് ഒരു പരിധി വരെ സോഷ്യൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഏതിന് സാധിച്ചിട്ടുണ്ട്, ഒപ്പോസിങ് പാരഡൈമിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. Then next എന്താണ് പറയുന്നത്, ഇറ്റ് അക്യൂസസ് ഡോമിനന്റ് പാരഡൈം ഓഫ് ബീയിങ് വെസ്റ്റ് സെൻട്രിക് എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോമിനന്റ് പാരഡൈമിനെ ഒപ്പോസിങ് പാരഡൈം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്, വെസ്റ്റ് സെൻട്രിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ, പ്രോ വെസ്റ്റ് അപ്രോച്ച് ആണ് ഡോമിനന്റ് പാരഡൈമിന് ഉണ്ടായിരുന്നത്. സോ ആ ഒരു രീതിയിൽ ഒപ്പോസിങ് പാരഡൈം എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. then എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഡിപ്പെൻഡൻസി തിയോറിസ്റ്റ് എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലിങ്ക് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചർ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനും കൾച്ചറും തമ്മിലുള്ള ആ ഒരു ലിങ്ക് അതൊന്നും കൂടെ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഡോമിനന്റ് പാരഡൈമിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഓപ്പോസിങ് പാരഡൈം വരുന്നത്. ആൻഡ് ദിസ് ഓൾട്ടർനേറ്റീവ് തിങ്കിങ് ഓഫ് ഡെവലപ്മെന്റ് ആർഗ്യൂഡ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റീസ്ട്രക്ചറിങ് ഫോർ എൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആസ്പെക്ട്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അതിനും എന്തുണ്ടായിരുന്നു, ഈ ക്രിറ്റിസിസംസ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പരിധി വരെ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയെങ്കിലും എന്തുണ്ടായിരുന്നു, ക്രിറ്റിസിസം നമ്മളുടെ ഒപ്പോസിങ് പാരഡൈമിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദ മെയിൻ ഐഡിയ വാസ് ടു സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയലൈസേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട് എന്ന് പറയുമ്പോഴും അവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് എംഫസിസ് കൊടുക്കുന്നുണ്ടായിരുന്നത് അല്ലെ. ഇന്റർനാഷണൽ എന്നുള്ളതിനപ്പുറം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. but it was unable to deliver an appropriate method or methods to address development challenges. So ഇതും എന്താണ്, നമുക്ക് ഒരു കൺക്ലൂഷനിലേക്കാണ് കാണാൻ പറ്റുന്നത്. ഡെവലപ്മെന്റ് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല, റിസോൾവ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഒപ്പോസിങ് പാരഡൈമും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ദെൻ ഇതിന്റെ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ടു ഇക്കണോമിക്കലി ഫോക്കസ്ഡ് എന്നുള്ളതാണ്. ഡോമിനന്റ് പാരഡൈം പോലെ തന്നെ വരാണ്. ടു ഇക്കണോമിക്കലി ഫോക്കസ്ഡ് ആൻഡ് നോട്ട് കൺസിഡറിങ് കൾച്ചറൽ ഓർ സോഷ്യൽ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഇക്കണോമിക്കലി കോൺസെൻട്രേറ്റഡ് ആണ്, അതുപോലെ തന്നെ എന്താണ്, കൾച്ചറൽ സോഷ്യൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആൻഡ് ദ ഫോക്കസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് പ്രൊമിനന്റ് ഇൻ ദിസ് പാരഡൈം. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ഡോമിനന്റ് പാരഡൈമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പോസിങ് പാരഡൈമിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കമ്മ്യൂണിക്കേഷനെ ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ദ സപ്പോർട്ടേഴ്സ് ഓഫ് ദിസ് തിയറി ഡിബേറ്റഡ് ഫോർ റീ അനലൈസിംഗ് ദ കമ്മ്യൂണിക്കേഷൻ അജണ്ട ഇൻ ലൈൻസ് ഓഫ് എ ബാലൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഇന്റർനാഷണലി എന്നുള്ളതാണ്. സോ ഇവിടെയും എന്തുണ്ടായിരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരുന്നില്ല. അവിടെയും ഒരു കോർ പെരിഫറി എന്നുള്ള ഒരു സ്ട്രക്ചർ നിലനിന്നിരുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ടോപ്പ് ഡൗൺ എന്നുള്ള രീതിയിൽ അതിനെ ലൈൻ ചെയ്ത് പറയുന്നില്ല.
എങ്കിൽ പോലും എന്താണ് പറയുന്നത്, ഒരു ബാലൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഇന്റർനാഷണലി നമ്മൾ നോക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലാസ്റ്റ് പാരഡൈം ആണ്. ഏതാണ് വരുന്നത്? എമേർജിംഗ് പാരഡൈം ആണ് വരുന്നത്. എമേർജിംഗ് പാരഡൈം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി പാരഡൈം എന്നും കൂടെ പറയാറുണ്ട്. ആ ഒരു ടേമിൽ തന്നെ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടാവും. എന്താണ് പാർട്ടിസിപ്പേറ്ററി പാരഡൈം എന്ന് പറയുന്നത്? ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പന്റ് തിയറി ഒക്കെ പോലെ തന്നെയാണ് ഇത് വരുന്നത്. ഇറ്റ്സ് ലെസ് ഓറിയന്റഡ് വിത്ത് പൊളിറ്റിക്കൽ ഇക്കണോമിക് ഡയമെൻഷൻ എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഇക്കണോമിക് ഡയമെൻഷന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബട്ട് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കൾച്ചറൽ റിയാലിറ്റീസ് ഓഫ് ഡെവലപ്മെന്റ് ഫോക്കസിങ് ഓൺ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. ഇതെന്തിലാണ് ഫോക്കസ് കൊടുക്കുന്നത്? കൾച്ചറൽ ഡയമെൻഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് സ്ലോലി ദർ വാസ് എ ഷിഫ്റ്റ് ഫ്രം ഇക്കണോമിക് ആസ്പെക്ട് ടുവേർഡ്സ് സോഷ്യൽ ആസ്പെക്ട്സ് എന്നുള്ളതാണ്. സോ നമ്മൾ ഡോമിനന്റ് പാരഡൈമിൽ ഇക്കണോമിക് കണ്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിംഗ് പാരഡൈമിലേക്ക് വന്ന സമയത്ത് പൊളിറ്റിക്കൽ ഇക്കണോമിക് കണ്ടു. ദെൻ പാർട്ടിസിപ്പേറ്ററി പാരഡൈം എമേർജ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇക്കണോമിക് എന്ന് മാറി ഒരു സോഷ്യലിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് ദിസ് ഡെവലപ്മെന്റ് വാസ് കൺസിഡേർഡ് പോസിറ്റീവ് ഫോർ ദ ലോങ് റൺ. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി പാരഡൈം ആണ് ഒരു ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലേ, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും. അപ്പം സക്സസ് ആയിട്ടുള്ള ഒരു പാരഡൈം എന്ന് പറയുന്നത്, അല്ലെ ലോങ് ടേമിൽ റൺ ചെയ്തിട്ടുള്ള ഒരു പാരഡൈം ആണ് എമേർജിംഗ് പാരഡൈം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി പാരഡൈം എന്ന് പറയുന്നത്. Then participation is recognized as an important part of sustainable development strategies. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാരഡൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഫോസ്റ്റേർഡ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്. Then the refusal of the above two paradigms only put forth this new emerging paradigm advocating for not just people's participation but also for empowerment. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ രണ്ട് പാരഡൈമും അതിൻ്റെ ക്രിറ്റിസിസംസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പാരഡൈം എന്താണ് ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മൾ നോക്കുന്നത്? ഈ ഒരു പാരഡൈമിൻ്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടാവും? എംഫസിസ് ഓൺ പീപ്പിൾ, attention to power and right issues at the grassroots level. ഇവിടെ എന്താണ്? ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പാർട്ടിസിപ്പേറ്ററി പാരഡൈം ആവുന്നത്. ആൻഡ് ഇറ്റ് എംഫസൈസ്ഡ് ഓൺ ടു-വേ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോമിനന്റ് പാരഡൈമിൽ നമ്മൾ കണ്ടത് ടോപ്പ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ചാണ്. ബട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്ററി പാരഡൈമിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ടു-വേ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വൺ വേ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ടോപ്പ് ഡൗൺ എന്നുള്ള രീതിയിലായിരുന്നില്ല, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹ്യൂമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ അവിടെ ടു-വേ കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. And it also assess risk, identify solutions and seeks consensus for action എന്നുള്ളതാണ്. സോ അവിടെ എന്തുണ്ട്? ഒരു ഇവാലുവേഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിലും ബാക്കിയുള്ള രണ്ട് പാരഡൈംസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എമേർജിംഗ് പാരഡൈം എന്ന് പറയുന്നത് ഓവറോൾ എംപവർമെന്റിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഡെവലപ്മെന്റ് പാരഡൈംസിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണാണ് വരുന്നത്. ഡോമിനന്റ് പാരഡൈം, ഒപ്പോസിംഗ് പാരഡൈം, അതുപോലെ തന്നെ എന്താണ് വരുന്നത്? ഓൾട്ടർനേറ്റീവ് പാരഡൈം ആണ്, എമേർജിംഗ് പാരഡൈം ആണ്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നെക്സ്റ്റ് ഒരു ലൈവായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.